ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും അതോടൊപ്പം ഒരു മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക, അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അത് മാത്രമല്ല ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അവർക്കിതൊരു റിവിഷനായിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ, നോക്കാലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഓക്കെ, വർഷം എന്നാണ് അറിയോ? 1884 ഫോം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം പറഞ്ഞേ എന്താണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷവും അതുപോലെ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. കാണുന്നുണ്ടല്ലോ, 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായിട്ടുള്ളത്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാദാബായ് നവറോജിയാണ്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് അതാരാണ്? അത് ദാദാബായ് നവറോജിയാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അതാരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. AO ഹ്യൂം അറിയാലോ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാ? പറഞ്ഞേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആണ് അല്ലെ. ഈ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആണ്. എന്നാൽ ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ആരാണ് ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. AO ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഥവാ INC-യുടെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ INC-യുടെ സ്ഥാപകനായിട്ടുള്ള അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഇതിന്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത്. ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് ദാദാബായ് നവറോജിയാണ്. കിട്ടിയല്ലോ. ഇനി നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്നറിയോ? അത് ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മലയാളി ആരായിരുന്നു? അത് സർ സി ശങ്കരൻ നായരാണ് അല്ലെ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മലയാളി എന്ന് പറയുന്നത്. സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്ന സമ്മേളനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമ്മോട് ചോദിക്കാം. ഏതാണ് സമ്മേളനം? 1897 അമരാവതി സമ്മേളനം. മനസ്സിലായോ? ഇനി വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1896 കൽക്കട്ട സമ്മേളനമാണ് അല്ലെ. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1896 കൽക്കട്ട സമ്മേളനമാണ്. ഓക്കെ, ഇതിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ആരായിരുന്നു 1896 കൽക്കട്ട സമ്മേളനത്തിലെ അധ്യക്ഷൻ? റഹ്മത്തുള്ള സയാനി. ഇത്രയും കിട്ടിയല്ലോ. ഇനി നോക്കുക, ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം, നമ്മുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് 1911 കൽക്കട്ട സമ്മേളനം. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1911 കൽക്കട്ട സമ്മേളനമാണ്. അറിയാലോ. അപ്പൊ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1896 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1911 കൽക്കട്ട സമ്മേളനമാണ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് റാങ്ക് ഫയലിലുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. INC-യുടെ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡന്റ്
INC-യുടെ പാഴ്സി മതക്കാരനായിട്ടുള്ള ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയാണ്. ആരാണ് പറഞ്ഞ? INC-യുടെ പാഴ്സി മതക്കാരനായിട്ടുള്ള ആദ്യ പ്രസിഡന്റ് ആണ് ദാദാബായ് നവറോജി. ഇനി INC-യുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബദറുദ്ദീൻ തിയാബ്ജി ആണ്. ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. കോൺഗ്രസിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായ പ്രമുഖ സിദ്ധാന്തം എന്ന് പറയുന്നത് സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. കോൺഗ്രസിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായിട്ടുള്ള പ്രമുഖ സിദ്ധാന്തം എന്താ അറിയപ്പെടുന്നത്? സുരക്ഷാ വാൽവ് സിദ്ധാന്തം, അല്ലെങ്കിൽ എന്ത് പറയും പറഞ്ഞേ? സുരക്ഷാ വാൽവ് സിദ്ധാന്തം, അല്ലെങ്കിൽ എന്ത് പറയും? സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയും. സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? വില്യം വെഡർബേൺ ആണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് വില്യം വെഡർബേൺ ആണ്. PSC ഉത്തരം നൽകിയിട്ടുള്ളത് എന്തായിരുന്നു? ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഇത് രണ്ടും കൂടെ എന്തായാലും വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് വില്യം വെഡർബേൺ. PSC നൽകിയ ഉത്തരം ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഓക്കെ, നമുക്ക് PSCയുടെ ഉത്തരം നോക്കിയാൽ മതി. ഓക്കെ, രണ്ടും കൂടെ എന്തായാലും വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായ പ്രമുഖ സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത്? സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 72 ആണ്. INC-യുടെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യരാണ്. INC-യുടെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അത് G സുബ്രഹ്മണ്യ അയ്യരാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? P അനന്തചാർലു. പഠിച്ചു വെച്ചേക്കുക. കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ എന്ന് പറയുന്നത് 1891 കേട്ടോ. ആരായിരുന്നു? P അനന്തചാർലു. INC-യുടെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അത് G സുബ്രഹ്മണ്യ അയ്യരാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ചോദിച്ചാൽ ആരാന്നറിയോ? ബാരിസ്റ്റർ GP പിള്ള അല്ലെ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ, കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിലാണെന്നറിയോ? 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയത് 1906 കൊൽക്കത്ത സമ്മേളനത്തില്. ഓക്കെ, ഇനി നോക്കുക, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ കൊൽക്കത്ത സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദാദാബായ് നവറോജി ആയിരുന്നേ. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്നറിയോ? ആനന്ദ മോഹൻ ബോസ് ആണ്. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആനന്ദ മോഹൻ ബോസ് ആണ്. ആരാണ്? ആനന്ദ മോഹൻ ബോസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ് എന്ന് പറയുന്നത് അത് ജോർജ് യൂൾ ആണ് കേട്ടോ. 1888 ജോർജ് യൂൾ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ് എന്ന് പറയുന്നത്. വർഷം എന്താണെന്നറിയോ? 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC-യുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ ആണ്. 2 പ്രാവശ്യം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വിദേശി. അങ്ങനെ ചോദിച്ചാൽ അതാരാണ്? വില്യം വെഡർബേൺ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു 1889 1910 അദ്ദേഹം എന്തായിട്ടുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ 2 പ്രാവശ്യം ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ അത് തിരുത്തി വായിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വിദേശി വില്യം വെഡർബേൺ ആണ്. 1889 1910. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ് ചോദിച്ചാൽ അത് ജോർജ് യൂൾ ആണ്.
ഓക്കെ. ഇനി നോക്കുക, കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം 1908 മദ്രാസ് സമ്മേളനം. കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം 1908 ഏത് സമ്മേളനമാണ്? മദ്രാസ് സമ്മേളനം. അതിലെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. 1908 മദ്രാസ് സമ്മേളനത്തിലാണ് കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കിയത്. അന്ന് അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷാണ്. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1905 ബനാറസ് സമ്മേളനം. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം 1905 ഏതെന്ന് പറയും? ബനാറസ് സമ്മേളനമാണ്. അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ കേട്ടോ. ഇനി 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത് BN ധർ ആയിരുന്നു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ BN ധർ ആയിരുന്നു. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? WC ബാനർജി. അദ്ദേഹം ആയിട്ടുണ്ട് 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. 1885 1892 ഈ ഇതിൽ 2 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ചോദിച്ചാൽ WC ബാനർജിയാണ്. ഇനി 2 പ്രാവശ്യം തുടർച്ചയായ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ഘോഷാണ്. 1907 1908. ഇനി ഇവിടെ നോക്കുക, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 ഏത്? കൽക്കട്ടയിലെ സ്പെഷ്യൽ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. 20 കൽക്കട്ടയിലെ സ്പെഷ്യൽ സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ആരാണ് അധ്യക്ഷൻ? ലാലാ ലജ്പത് റായ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ടയിലെ സ്പെഷ്യൽ സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ. ഇനി ഇവിടെ നോക്കുക, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് 20 നാഗ്പൂർ സമ്മേളനമാണ്. അന്ന് അധ്യക്ഷൻ C വിജയരാഘവാചാര്യരായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 20 കൽക്കട്ടയിലെ സ്പെഷ്യൽ സമ്മേളനവും അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം അത് 20 നാഗ്പൂർ സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? C വിജയരാഘവ ആചാര്യർ. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നോക്കാം, കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അത് സൂററ്റ് പിളർപ്പിനെയാണ്. സൂററ്റ് പിളർപ്പ് എന്ന് പറയുമ്പം എന്താണ്? 1907 1907 സൂററ്റ് പിളർപ്പിനെയാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനം അതേതാ? സൂററ്റ് സമ്മേളനമാണ്. കോൺഗ്രസിലെ മിതവാദികൾ തീവ്ര ദേശീയവാദികൾ എത്രയായിട്ട്? 2ആയിട്ട് പിരിഞ്ഞു. അങ്ങനെ 2ആയിട്ട് പിരിഞ്ഞു. ഈ കോൺഗ്രസ് സമ്മേളനം ആണ് സൂററ്റ് സമ്മേളനം. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907 സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കാം. ആരായിരുന്നു അന്ന്? റാഷ് ബിഹാരി ഘോഷാണ്. റാഷ് ബിഹാരി ഘോഷാണ് സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരാ? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവര് മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളാണ്. ആരൊക്കെയുണ്ട് എന്നൂടെ പറയാം. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, WC
ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി കോൺഗ്രസിലെ തീവ്രദേശീയ വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് ബാലഗംഗാധര തിലകായിരുന്നു. തീവ്രദേശീയവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലക്. ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് എന്ന് പറയും. തീവ്രദേശീയവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലക്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1907 ശേഷം വീണ്ടും പിളർന്നത് എന്നൊന്ന് ചോദിച്ചാൽ അത് 1918 എന്നാണ്. 1918. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ലക്നൗ സമ്മേളനം 1916. കോൺഗ്രസിലെ മിതവാദികളും തീവ്രദേശീയവാദികളും സൂററ്റ് പിളർപ്പിന് ശേഷം യോജിച്ച സമ്മേളനം 16 ലക്നൗ സമ്മേളനമാണ്. അധ്യക്ഷനാരായിരുന്നു? MC മജുംദാർ ആയിരുന്നു. കോൺഗ്രസിലെ മിതവാദികളും അതുപോലെ തീവ്രദേശീയവാദികളും സൂററ്റ് പിളർപ്പിന് ശേഷം പിന്നെ യോജിച്ചത് 16 ലക്നൗ സമ്മേളനത്തിലായിരുന്നു. അതിന്റെ അധ്യക്ഷൻ AC മജുംദാർ ആണ്. ബാലഗംഗാധര തിലക് ഉൾപ്പെടെയുള്ള തീവ്രദേശീയവാദികളെ കോൺഗ്രസിൽ തിരികെ പ്രവേശിപ്പിക്കാൻ ഇടപെടൽ നടത്തിയതാരായിരുന്നു? അത് ആനി ബസന്റ് ആയിരുന്നു. ബാലഗംഗാധര തിലക് ഉൾപ്പെടെയുള്ള തീവ്രദേശീയവാദികളെ കോൺഗ്രസിൽ തിരികെ പ്രവേശിപ്പിക്കാൻ ഇടപെടൽ നടത്തിയതാരാണ്? അത് ആനി ബസന്റ് ആണ്. മനസ്സിലായോ? ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായിട്ട് നടത്തിയ സംയുക്ത സമ്മേളനത്തിന്റെ വേദി ഏതാണെന്നറിയോ? അത് ലക്നൗ ആണ്. ഓക്കെ, കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായിട്ട് നടത്തിയ സംയുക്ത സമ്മേളനത്തിന്റെ വേദി എന്ന് പറയുന്നത് അത് ലക്നൗ ആണ്. ഇനി നോക്കാം, മുസ്ലിം ലീഗും കോൺഗ്രസും അവയുടെ പ്രത്യേക സമ്മേളനത്തിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി യോജിച്ച പദ്ധതി മുന്നോട്ട് വെച്ച സമ്മേളനം അത് ലക്നൗ സമ്മേളനമാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ പ്രത്യേക സമ്മേളനങ്ങളിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി യോജിച്ച പദ്ധതി മുന്നോട്ട് വെച്ച സമ്മേളനം ലക്നൗ സമ്മേളനം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം നൽകിയ നടപടി കോൺഗ്രസ് അംഗീകരിച്ചത് ഈ ലക്നൗ കരാറിലാണ്. ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഏത് സമ്മേളനത്തിലാണ്? ലക്നൗ സമ്മേളനം. അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ലക്നൗ സമ്മേളനത്തിലാണ്. ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ചമ്പാരൻ പ്രശ്നത്തിലേക്ക് ഗാന്ധിജിയുടെ ശ്രദ്ധ ക്ഷണിച്ചതാരായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ്. രാജ്കുമാർ ശുക്ല. ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ചമ്പാരൻ പ്രശ്നത്തിലേക്ക് ഗാന്ധിജിയുടെ ശ്രദ്ധ ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ലയാണ്. ഓക്കെ, ഇനി നോക്കുക. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്നറിയോ? 1901 കൽക്കട്ട സമ്മേളനമാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1901 കൽക്കട്ട സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ഏത് സമ്മേളനമാണ്? ബങ്കിപ്പൂർ സമ്മേളനവും. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണ്. ഇനി ഇവിടെ നോക്കുക. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം അത് 23 ഏത്? കാക്കിനാഡ സമ്മേളനമാണ്. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് അംഗീകരിച്ച സമ്മേളനം എന്ന് പറയുന്നത് 1923 കാക്കിനാഡ സമ്മേളനമാണ്. ഇനി അതിലെ അധ്യക്ഷൻ ആരായിരുന്നു? മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അന്നത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് അംഗീകരിച്ച സമ്മേളനം അത് കാക്കിനാഡ 1923 സമ്മേളനം. അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് അറിയോ? അത് 24 ബെൽഗാം സമ്മേളനമാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം നമ്മൾ പറഞ്ഞു 1901 കൽക്കട്ട സമ്മേളനം. ഇനി ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം 24 ബെൽഗാം സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 29 ഏതെന്ന് പറയും? ലാഹോർ സമ്മേളനമാണ്. ഏതാണ്? ലാഹോർ സമ്മേളനം. ഭാരതരത്നം നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്നറിയോ? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഭാരതരത്നം നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ,
ഇതൊന്ന് ഓർത്തു വച്ചേക്കുക കേട്ടോ. ഭാരതരത്നം നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 29 ലാഹോർ സമ്മേളനമാണ്. ഇനി അടുത്തടുത്ത സമ്മേളനങ്ങളിൽ INC പ്രസിഡന്റായ അച്ഛനും മകനുമാണ് ആരെന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു അതുപോലെ ജവഹർലാൽ നെഹ്റു. 28 മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റു 29. ഇവിടെ നോക്കുക, INCയുടെ പ്രസിഡന്റായ വനിതകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. ഏത് വർഷം? 1917 കൽക്കട്ടയില്. ഇനി INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അതാരാണ്? സരോജിനി നായിഡു ആണ്. 25 കാൺപൂർ സമ്മേളനം. കിട്ടിയോ? ആനി ബസന്റ് 1917 കൽക്കട്ട, സരോജിനി നായിഡു 1925 കാൺപൂരും. INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വനിതയാണ് നില്ലിസൺ ഗുപ്ത. വർഷം എന്താണെന്നറിയോ? മൂന്നാമത്തെ വനിതയാണ്. 33. കിട്ടുമോ? 1933 കൽക്കട്ട. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ INC പ്രസിഡന്റ്, സ്വതന്ത്ര ഇന്ത്യയിലാവുമ്പം അത് ഇന്ദിരാഗാന്ധിയാണ്. 1959 ഡൽഹി സമ്മേളനത്തില്. സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വനിത ആരാണ്? അത് സോണിയാഗാന്ധി അല്ലെ. 1998 2017 ആ ഒരു സമയം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? അത് പട്ടാഭി സീതാരാമയ്യയാണ് അല്ലെ. പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് പറയുന്നത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ എന്താണ് 1935 പ്രസിദ്ധീകരിച്ച ഇതിവിടെ പട്ടാഭി സീതാരാമയ്യ 1935 പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഏതാ? കോൺഗ്രസിന്റെ ചരിത്രം. എന്താണ്? പട്ടാഭി സീതാരാമയ്യ 1935 പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥം ഏതാണ്? കോൺഗ്രസിന്റെ ചരിത്രം. ഈ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് അതാരാണെന്നറിയോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന് എന്തെഴുതിയത്? ആമുഖം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൂമി എന്നർത്ഥം വരുന്ന പദമേത്? ചന്നം, ഖിന്ന, മഞ്ഞ്, അന്നം. എന്താ പറയാൻ പറ്റുമോ? ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയാം നമുക്ക്? ഭൂമി എന്നർത്ഥം വരുന്ന പദം പറഞ്ഞേ ഏതാണ്? ഇതില് ഓപ്ഷൻ സി ആണ് അല്ലെ. ഏതാണ്? ഭൂമി എന്നർത്ഥം വരുന്ന പദം മഞ്ഞാണ്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ സി ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ഏതാണ്? മഞ്ഞ് അല്ലെ. ഓക്കെ, ഇനി പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ അതിന് മുന്നൊരു കാര്യം പറയാം. ചന്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചന്നം എന്ന് പറഞ്ഞാല് മറക്കപ്പെട്ടത് എന്നാണ് എന്തെന്ന് പറയുന്നത്? ചന്നം എന്നതിന്റെ ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് ചന്നം എന്ന് പറഞ്ഞാല്? മറക്കപ്പെട്ടത് അല്ലെ. മറക്കപ്പെട്ടത് എന്നാണ് അർത്ഥം വരുന്നത്. മറക്കപ്പെട്ടത് എന്ന് പറയൂലേ. ഓക്കെ, അതാണ് ചന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഖിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഖിന്ന എന്ന് പറഞ്ഞാൽ അറിയോ? അതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? തളർന്ന അല്ലെങ്കിൽ ഖേദമുള്ള എന്നൊക്കെ പറയും. തളർന്ന അല്ലെങ്കിൽ ഖേദമുള്ള എന്ന് പറയില്ലേ? ഖേദമുള്ള, അതാണ് ഖിന്ന എന്നതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നം എന്ന് പറഞ്ഞാൽ ആഹാരം പറയും. അതുപോലെ നമ്മൾ പറയുന്നതാണ് അന്നം. ഏതിനെ? അരയന്നം. അരയന്നത്തിനെയും എന്ത് പറയും? അന്നം എന്ന് പറയും. ഓക്കെ, ഇനി നോക്കുക, പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൾ എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതും? ഇവൾ എങ്ങനെയാണ്? പറഞ്ഞേ, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ
ആ എ ആണ് അല്ലെ. ഏതാണ്? ഇ പ്ലസ് അള്ളാണ് ഇവൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവൻ എന്നുള്ളത് എങ്ങനെ എഴുതാം നമുക്ക്? ഇവൻ ആ ഇ പ്ലസ് എന്തെന്ന് പറയും? അന്ന് അല്ലെ. ഇ പ്ലസ് അന്നാണ് എന്തെന്ന് പറയുന്നത്? ഇവൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ എന്നുള്ളത് എങ്ങനെ എഴുതാം നമുക്ക്? ഇവർ ആ ഈ അധികം അല്ലെങ്കിൽ പ്ലസ് അർ അല്ലെ. ഈ അധികം അറാണ് ഇവർ എന്ന് പറയുന്നത്. തിരിച്ചും ചോദിക്കാം. ഈ പ്ലസ് അർ എന്താണെന്ന് ചോദിക്കാം. ഇവർ ആണ്. ഇനി അയാൾ എന്നുള്ളത് എങ്ങനെ എഴുതാന്നറിയോ? അയാൾ എന്നുള്ളത് എങ്ങനെ എഴുതാം? ആ പറഞ്ഞേ. ആ പ്ലസ് പിന്നെന്ത് പറയും? ആ പ്ലസ് ആൾ എന്നുള്ളതാണ് എന്ത്? അയാൾ എന്ന് പറയുന്നത്. ആ പ്ലസ് ആളാണ് അയാൾ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം ഏതാണ്? സ്വാർത്ഥൻ നന്നാണോ തെന്നാണോ അന്നാണോ ഇതാണോ? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് അല്ലെ. അൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത് കിട്ടി. എന്താണ്? പുല്ലിംഗ പ്രത്യയമാണ് അൻ അല്ലെ. സ്ത്രീലിംഗ പ്രത്യയം ഏതൊക്കെയാണെന്നറിയോ? അള്ളും ഇയുമാണ് സ്ത്രീലിംഗ പ്രത്യയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നപുംസകലിംഗ പ്രത്യയം എന്ന് പറയുന്നത് അം തു. നപുംസക പ്രത്യയം എന്ന് പറയുന്നത് അം, അതുപോലെ ഏത് തു ആണ് നപുംസക പ്രത്യയം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഗൃഹത്തെ സംബന്ധിച്ചത് അതിന്റെ ഒറ്റ പദം എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഗൃഹത്തെ സംബന്ധിച്ചത് എന്താ പറയാ? ഇതിലേതാണ് ഓപ്ഷൻ നോക്കുക. ഇതിൽ ഓപ്ഷൻ ഏതാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഏതാണ് ഗൃഹത്തെ സംബന്ധിച്ചത് എന്നുള്ളത്? അത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഗാർഹികമാണ് ഗൃഹത്തെ സംബന്ധിച്ചത്. ഇതില് ഗാർഹികം എന്നുള്ളതിനേക്കാളും ഗാർഹ്യം എന്നുള്ളതാണ് കൂടുതൽ യോജിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഗുണത്തെ സംബന്ധിച്ചത് എന്താ പറയാന്നറിയോ? ഗുണത്തെ സംബന്ധിച്ചതാണ് ഗൗണം. ഗുണത്തെ സംബന്ധിച്ചതിന് എന്താ പറയാ? ഗൗണം എന്ന് പറയും. ജസ്റ്റ് അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഗുണങ്ങളോട് കൂടിയത് ഗുണ്യം. എന്താണ്? ഗുണങ്ങളോട് കൂടിയത് അതിനെ എന്ത് പറയും? ഗുണ്യം എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ജോലിക്കാർ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ബി നോക്കുക. എന്താണ്? നിങ്ങൾ അല്ലെ. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പദവും എന്ത് തന്നെയാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് വരും. ഒന്നിൽ കൂടുതൽ ആളുകൾ നിൽക്കുമ്പോൾ അവരെ നമ്മൾ എന്ത് പറയും? നിങ്ങൾ എന്ന് നമുക്ക് സംബോധന ചെയ്യാനായിട്ട് പറ്റൂ അല്ലെ. ആ കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കുക അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും? അവിടെ നിങ്ങൾ എന്നുള്ള പദം അത് എന്തായിട്ട് മാറും? അലിംഗ ബഹുവചനം എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഒരാളെ ഉദ്ദേശിച്ച് മാത്രമാണ് നിങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത് പൂജക ബഹുവചനമാണ്. അതായത് നിങ്ങൾ എന്ന പദം എന്താണ്? ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് അലിംഗ ബഹുവചനമായിട്ടും അതുപോലെ പൂജക ബഹുവചനമായിട്ടും നമുക്ക് പ്രയോഗിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ ഉത്തരസൂചികയിൽ ജോലിക്കാർ എന്ന് മാത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോട്ടെ. ഇനി നോക്കുക, ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവിടെ നോക്കുക. ഏതാണ് ഓപ്ഷൻ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വിഷമിപ്പിക്കുക. ഓപ്ഷൻ ബി ആണ് അല്ലെ. വിഷമിപ്പിക്കുക എന്നുള്ളതാണ് ശതകം ചൊല്ലിക്കുക. വിഷമിപ്പിക്കുക എന്നുള്ളതാണ്. സഫലം വിപരീതം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സഫലം വിപരീതം എന്താണെന്നറിയോ? സഫലത്തിന്റെ വിപരീതം ഇതിൽ ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. വിഫലം എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, ഇവിടെ ചപലം കൊടുത്തിട്ടുണ്ട്. ചപലത്തിന്റെ വിപരീതം എന്താണെന്നറിയോ? ചപലം വിപരീതം അചപലം. എന്താണ്? ചേർത്ത് കൊടുത്താൽ മതി. ചപലം എന്നുള്ളതാണ് ചപലം എന്നുള്ളതിന്റെ വിപരീതം. ഇനി എന്താണ്? ഇവിടെ അബലം കണ്ട? അബലത്തിന്റെ വിപരീതം എന്താണെന്നറിയോ? അബലമാണ് ഏതിന്റെ വിപരീതം? ബലത്തിന്റെ വിപരീതമാണ് അബലം എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി നോക്കുക. ഏത്?
ബഹുലം. ബഹുലം വിപരീതം എന്താണ്? ബഹുലം. അതിന്റെ വിപരീതം എന്ന് പറയുന്നത് വിരളം. എന്താണ്? വിരളം എന്നുള്ളതാണ് എന്താണ് ബഹുലത്തിന്റെ വിപരീതം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ശരിയായ പദം ഏത്? ശരിയായ പദം ഇതിൽ ഏതാ ശരിയായിട്ടുള്ളത്? പ്രക്ഷുബ്ധം എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. പ്രക്ഷുബ്ധം എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുക അല്ലെ. ഓക്കെ, അപ്പൊ പദശുദ്ധിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഏത്? പ്രതിഷ്ഠ. പ്രതിഷ്ഠ എന്നുള്ളത് എങ്ങനെ എഴുതാന്ന് അറിയോ? പ്രതിഷ്ഠ. പ്രതിഷ്ഠ അല്ലെ. പ്രതിഷ്ഠ ഇങ്ങനെ എഴുതാം. ഈ ഇത് ഇവിടെ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. പ്രതിഷ്ഠ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. പ്രതിഷ്ഠ. മനസ്സിലായോ? ഇനി അടുത്തത് പ്രഗത്ഭൻ ആണോ, പ്രഗത്ഭൻ ആണോ? പ്രഗത്ഭൻ. പ്രഗത്ഭനാണ് കേട്ടോ. പ്രഗത്ഭൻ അല്ല, പ്രഗത്ഭൻ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. പ്രഗത്ഭൻ. മനസ്സിലായോ? ഇനി പ്രഥമം എങ്ങനെ എഴുതാം? പ്രഥമം ഏത് ദായാണെന്ന് പറഞ്ഞാൽ മതി. ഏത് ദായാണ് പ്രഥമം എന്ന് പറയുമ്പോൾ? പ്രഥമം ഈ ദായാണ് അല്ലെ. പ്രഥമം എന്ന് പറയുന്നത് ഈ ദായാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആമോദം അതിന്റെ സമാന പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഓപ്ഷൻ എ? സന്തോഷാണോ, സന്താപാണോ, സന്ദേഹാണോ, അതല്ല സന്തതമാണോ? ആമോദം എന്നുള്ളതിന്റെ സെയിം അല്ലെ, സെയിം മീനിങ് അല്ലെങ്കിൽ സമാന പദം എന്ന് പറയുന്നത് അത് ഓപ്ഷൻ എ ആണ് അല്ലെ. സന്തോഷമാണ്. സന്തോഷം. എന്ത് ഈ സന്താപം എന്ന് പറഞ്ഞാല്? സന്താപം എന്ന് പറഞ്ഞാല് ദുഃഖമാണ് കേട്ടോ. സന്താപം ദുഃഖമാണ്. ഇനി സന്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദേഹം. സന്ദേഹം അറിയോ? സന്ദേഹം അത് സംശയമാണ് കേട്ടോ. സംശയമാണ്. അതുപോലെ സന്തതം. സന്തതം കണ്ടോ? ഈ സന്തതം എന്താണ്? എല്ലായ്പ്പോഴും എന്നുള്ളതിനെയാണ് സന്തതം എന്ന് പറയുക. എല്ലായ്പ്പോഴും. സന്താപം എന്തായിരുന്നു? ദുഃഖം. സന്ദേഹം സംശയം. സന്തതം എന്താണ്? സന്തതം എല്ലായ്പ്പോഴും ട്ടോ. ഓക്കെ, ഇനി നോക്കുക. ചേർത്ത് എഴുതുക. അതാണ് തന്നിട്ടുള്ളത്. ചേർത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കരഞ്ഞു പ്ലസ് ഇല്ല. എന്താണ്? കരഞ്ഞു പ്ലസ് ഇല്ല എങ്ങനെ ചേർത്ത് എഴുതാം നമുക്ക്? കരഞ്ഞു പ്ലസ് ഇല്ല, കരഞ്ഞില്ല അല്ലെ. കരഞ്ഞു പ്ലസ് ഇല്ല, കരഞ്ഞില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡംബം. ഡംബത്തിന്റെ പര്യായപദമാണ് ചോദിച്ചിട്ടുള്ളത്. ഡംബം എന്നുള്ളതിന്റെ പര്യായപദം എന്താണ്? ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഡംബം പര്യായപദം ഏതാണ്? ഡംബം. ഡംബം അഹങ്കാരമാണ് അല്ലെ. ഡംബം പര്യായപദം അഹങ്കാരമാണ്. ഇനി ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. എന്താണ്? അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. ഏതാണ് ഇവിടെ ഉപയോഗിക്കാം? ഏതാണ്? അപ്പോൾ എന്നുള്ളതാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു. കിട്ടിയല്ലോ. ഇനി നോക്കുക. ചിന്മയം. ചിന്മയം എന്നുള്ളത് എങ്ങനെ ചിന്മയം എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? ചിന്മയം. ചിന്മയം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം നമുക്ക്? ഓക്കെ, എങ്ങനെ എഴുതാം? ചിന്മയം. ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം അല്ലെ. ചിത്ത് പ്ലസ് മയമാണ് എന്തെന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഇനി കൃശം. കൃശം വിപരീത പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൃശം. കൃശം എന്നുള്ളത് എന്താണ് വിപരീത പദം? കൃശത്തിന്റെ വിപരീത പദം അത് അതിന്റെ കറക്റ്റ് ആൻസർ മേതുരമാണ്. ഏതാണ്? മേതുരം. മേതുരം. സാക്ഷി. സാക്ഷി എന്നതിന്റെ സ്ത്രീലിംഗം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സാക്ഷി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സാക്ഷിതയാണോ, സാക്ഷികാരിണിയാണോ, സാക്ഷിണിയാണോ, സാക്ഷിണിയാണോ? ഏതാണ് സാക്ഷി? സ്ത്രീലിംഗം എന്താണ്? ഏതാണ്? സാക്ഷിണി അല്ലെ. ഓപ്ഷൻ ഡി ആയിട്ടുള്ള സാക്ഷിണിയാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ദുഃഖം സമാന പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദുഃഖത്തിന്റെ സമാന പദം എന്താണ്? ദുഃഖം.
ആ ദുഃഖത്തിന്റെ സമാന പദം ഏതാ പറഞ്ഞേ? ഇണ്ടല്, മണ്ടല്, കണ്ടല്, തണ്ടല്. ഏതാണ് ദുഃഖത്തിന്റെ സമാന പദം ഇതില്? ആ ആ ഇണ്ടലാണ് അല്ലെ? ഓപ്ഷൻ എ ഇണ്ടലാണ്. ഇണ്ടലാണ് സമാന പദം. ഇനി ശരിയായിട്ടുള്ള പദം എഴുതുക. യാദൃച്ഛികം. യാദൃച്ഛികം, അവശിഷ്ടം, നികൃഷ്ടം, അടിമത്വം. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇതില് നികൃഷ്ടം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ശരിയാണ് കേട്ടോ, നികൃഷ്ടം. യാദൃച്ഛികം ശരിയാണോ? അല്ലല്ലേ, അവിടെ എങ്ങനെ വരേണ്ടത്? ഇങ്ങനെയാണ് വരേണ്ടത്. യാദൃച്ഛികം ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ അതവിടെ തെറ്റാണ്. ഇനി അവശിഷ്ടം എന്നുള്ളതിന് ഈ ടായല്ല. ഏത് ടായാണ്? ഈ ഡായാണ് അല്ലെ, അവശിഷ്ടം. ഇനി അടിമത്വം ശരിയാണോ? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടിമത്വമല്ല, അടിമത്തമാണ് അല്ലെ, അടിമത്തം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ ഏതാണ്? പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ വരുന്നത് ബാക്ക് സ്റ്റാബിങ് അല്ലെ, ഓപ്ഷൻ ബി ആണ്. ബാക്ക് സ്റ്റാബിങ് ആണ് പിന്നിൽ നിന്ന് കുത്തുക. ഓക്കെ ഓക്കെ. പിന്നെന്താണ് അടുത്ത നോക്കാം. ശരിയായ വാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ വാക്യം എഴുതുക. ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ 100-ലധികം ഉണ്ട്. അടുത്തത്, നാം എന്നും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം നിത്യവും കുടിക്കണം. വിഹഗങ്ങൾ പക്ഷികൾക്കൊപ്പം ആവേശത്തോടെ പറന്നുയർന്നു. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. എന്തായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള വാക്യം? ഈ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഏത്? വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. അതാണ് അവിടെ ശരിയായിട്ടുള്ളത്. ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ 100-ലധികം ഉണ്ട്. ഓക്കെ, അവിടെ എന്താണ്? അത് തെറ്റാണ് അല്ലെ. അവിടെ എന്ത് പറഞ്ഞാൽ മതി? പരശതം എന്നുള്ളത് പിന്നെന്താണ്? ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ 100-ലധികം ഉണ്ടെന്ന് വേണ്ട. ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ ഉണ്ട് എന്ന് മതി. ഇനി അടുത്തത്, നാം എന്നും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം നിത്യവും കുടിക്കണം അല്ലെ. അത് പെട്ടെന്ന് നമുക്ക് കിട്ടൂലേ തെറ്റാണെന്നുള്ളത്. നാം എന്നും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇനി വിഹഗങ്ങൾ പക്ഷികൾക്കൊപ്പം ആവേശത്തോടെ പറന്നുയർന്നു. അവിടെ എന്താണ്? വിഹഗങ്ങൾ ആവേശത്തോടെ പറന്നു. വിഹഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പക്ഷികളാണ് അല്ലെ. വിഹഗങ്ങൾ ആവേശത്തോടെ പറന്നുയർന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്നും വിജയം എന്നാണ് കേട്ടോ. എന്നും പരാജയമല്ല. എന്നും പകിട 12, എന്നും വിജയം അല്ലെ. ഓക്കെ. അതുപോലെ ഉള്ളതാണ് ഈ എൻപിള്ള നയം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻപിള്ള നയം സ്വാർത്ഥതക്കാണ് പറയുന്നത് കേട്ടോ. എരിവ് കയറ്റുക മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിരോധം വർദ്ധിപ്പിക്കുന്നതിനെയാണ് എരിവ് കയറ്റുക എന്ന് പറയാം. എലിയെ പുലിയാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? എലിയെ പുലിയാക്കുക. ചെറിയ കാര്യം വലുതാക്കുക, അതിനെയാണ് എലിയെ പുലിയാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ കറണ്ട് അഫയേഴ്സ് കൂടെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാനും അതുപോലെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ശരി, നാളെയും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ക്ലാസ് ഇതുപോലെ ചെയ്യാം. എന്താണ് ഞാൻ ഇപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയമാണല്ലോ. അപ്പോൾ എന്താണ് ഫുൾ ടൈം നമുക്ക് സാധാരണ നമ്മൾ 2-3 ഒക്കെ ലൈവ് എടുക്കാറുണ്ട്. ഇപ്പോൾ 2-3 ലൈവ് നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രാത്രി എടുക്കും. നോക്കാം നമുക്ക് കേട്ടോ. ഏതായാലും നാളെ എന്തായാലും നമ്മൾ ക്ലാസ് എടുക്കും. അപ്പോൾ ശരി, താങ്ക് യു.